തേൻ കുടിക്കുന്നു പറക്കുന്നു പരാഗണം. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഫേമസ് ഡയലോഗാണ്. പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും പറയും അറിയാമെന്ന് പറയും, അല്ലാതെ അറിയില്ല എന്ന് ആരും പറയില്ല. അറിയില്ല എന്ന് പറയുന്നവർ വളരെ ചുരുക്കമാണ്. അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവനെ ലാലേട്ടൻ്റെ ഫാനായിട്ടോ അല്ലെങ്കിൽ ലാലേട്ടനോ മമ്മൂട്ടിയുടെയോ ആരുടെ ആണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് കാശ് പറ്റിയ ആളായിട്ടോ ഒക്കെ ഇപ്പോൾ ചിത്രീകരിക്കും. ഈ സ്ത്രീകളൊക്കെ ഇപ്പോൾ വന്ന് ഇതൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ രാധിക മാഡം, രാധിക ശരത് കുമാർ ഭയങ്കര റെസ്പെക്റ്റഡ് ആക്ട്രസ് ആണെന്നാണ് ഇൻഡസ്ട്രിയിൽ ഒരു ടോക്കുള്ളത്. അവരെ എന്തിനുള്ള റെസ്പെക്റ്റാന്നുള്ളത് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അത്രയും റെസ്പെക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെക്കുറിച്ചുള്ള അലിഗേഷൻസ്, അവരെക്കുറിച്ചുള്ള കഥകളൊക്കെ ഒരുപാട് തമിഴ്നാട്ടിലുണ്ട്. ഞാനിപ്പോൾ അവരുടെ തെറ്റ് പറഞ്ഞ് ഇവരുടെ തെറ്റ് കവർ ചെയ്യില്ല, ഞാൻ ജസ്റ്റ് പറയുകയാണ്. അവർ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് നടന്മാർ വന്നിട്ട് കഥവ് തട്ടും പരാഗണം, തേൻ കുടിക്കുന്നു പരാഗണം. അത് വേണേൽ ഒരു റൈമിങ് ആക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് അങ്ങനെ റൈമിങ് ആവുന്നില്ല. പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാരവാനിൽ ഞങ്ങളെ കേട്ടു. கேரளால நான் கண்டது ஒரு நாள் சும்மா அப்படி நடந்து போகும்போது எல்லாம் நிறைய பேர் உட்கார்ந்து சிரிச்சுக்கிட்டு பேசிக்கிட்டு இருந்தாங்க. சோ நான் அப்படியே நடந்து போகும்போது அப்படி பார்த்தேன். ஏதோ வீடியோல அவங்க பாத்துக்கிட்டு இருந்தாங்க. அப்ப நான் இன்னொருத்தரை கூப்பிட்டு கேட்டேன், இது என்ன அப்படி சிரிக்கிறீங்கன்னு. கிட்டத்தட்ட எல்லா கேரவான்லயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்றது அவங்க எடுத்திருக்காங்க. நீங்க பாருங்க, யூ ஜஸ்ட் டைப் த நேம் ஆஃப் தி ஆர்டிஸ்ட், அவங்களுடைய ட்ரெஸ் சேஞ்ச் இருக்கும். அது நான் பார்த்தேன். எது சினிமாட லொகேஷன் அது சொல்ல முடியாது. பிகாஸ் நான் இங்க ஒருத்தர் ப்ளேம் பண்றதுக்கும் இது சிஸ்டமே ராங். நான் அதுக்கப்புறம் எல்லா ஆர்டிஸ்டுக்கும் எல்லா லேடிஸ்க்கும் நான் சொல்லியிருக்கேன். எனக்கு அப்புறம் கேரவான்குள்ள போகவே பயமா இருந்தது. என்னடா இது, என்ன இட்ஸ் a private space for us to change, to to take rest, to have food or whatever. But ഇത് ഞാൻ பார்த்தேன். ഇതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കും. അത് ആ ഒരു ചോദ്യം ഊളത്തരമായിട്ട് വേറെ കുറെ ആൾക്കാർ അതിനെ കണക്കാക്കും. അതാണെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കാരവന്റെ കഥ പണ്ട് നമ്മുടെ മുകേഷ് സാർ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഒത്തിരി പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തോന്നുന്നുണ്ടോ ഡിഫറൻസ് സെയിം ആണോ അതോ? അല്ല, ഞങ്ങളിപ്പോഴും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് രാമലീലയുടെ ഒക്കേഷനിൽ മുകേഷ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, വിജയരാഘവൻ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കിപ്പോഴും പഴയ കാലം തന്നെയാണ്. ഈ ഞങ്ങളിപ്പോൾ 30 കൊല്ലം അല്ലെങ്കിൽ 35 കൊല്ലം സിനിമയിലായി കുറേ കഥാപാത്രങ്ങൾ ചെയ്തു എന്നൊക്കെ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കേ ഉള്ളൂ. നമ്മളിപ്പോഴും നായർസാവിൽ അഭിനയിക്കാൻ പോയ അതേ മൂടി തന്നെയാണ് നമ്മളുടെ തമാശകളും. പുതിയ രാമലീലയുടെ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തെന്ന് പറഞ്ഞാൽ, ഒരു കാരവാനിനകത്ത് 2 പോർഷനാണ്. ഒരു പോർഷനിൽ നമ്മളെല്ലാവരും ഇരിക്കും, രാത്രി നൈറ്റ് ഷൂട്ടിംഗ്. ഇപ്പുറത്തെ പോർഷനിൽ രാധികയാണ്, രാധികയും രാധികയുടെ അസിസ്റ്റൻസും കൂടെ. രാധിക 3-ാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രയും ചിരി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, കോമഡി ടൈം. കാര്യം നമ്മൾ ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോവുക. ഒരു മിസ് ചെയ്യത്തില്ല. ഒരു ആളുണ്ട് അല്ലെങ്കിൽ ഒരാൾ വരും, ആ കാലഘട്ടത്തിലുള്ള ആരാണെങ്കിലും ശരി. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കേട്ടല്ലോ, പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കോമഡി ടൈം എന്നാണ് പുള്ളി പറഞ്ഞതെന്നാണ്. നമ്മുടെ പുള്ളിയെ തന്നെയാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. അത് ഇനി പുള്ളിയോട് ചോദിച്ചിട്ട് വേറെ ആരോടെങ്കിലും ചോദിച്ചോന്നറിയില്ല. ആണെങ്കിൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ കേരള സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ ഇന്നലെ വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് പുള്ളി ആൾക്കാരെ മുന്നിൽ നിന്നിട്ടുണ്ട്. ഒരു വലിയ കാര്യമാണ്. റിസൈൻ ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന വലിയ കാര്യമാണ്. റിസൈൻ ചെയ്യാതെ വന്നിട്ട് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമാണ്. റിസൈൻ ചെയ്തിട്ട് വന്നിട്ട് ഇത് ഞാൻ മാത്രമാണോ പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്ന ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ലാലേട്ടൻ്റെ ഫാനോ അതോ പുള്ളിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച ആളോ ഒന്നല്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അത് ഹോണസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. പുള്ളി മാത്രമല്ലല്ലോ, മലയാള സിനിമ എന്ന് പറയുന്നത് പുള്ളിയുടെ തലയിൽ ഓടുന്ന കാര്യങ്ങൾ ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുള്ളി എന്ത് വെച്ചു. പുള്ളി അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തിരുന്ന ആളാണ്. അങ്ങനത്തെ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ പുള്ളിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുള്ളി അമ്മ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊരു നോൺ പ്രോഫിറ്റബിൾ
ആണ്. അതൊരു താരങ്ങളുടെ ഒരു സംഘടനയൊന്നുമല്ല. അതൊരു ഒരു അസോസിയേഷനാണ്, ഒരു ട്രസ്റ്റാണ്, ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു ട്രസ്റ്റാണ്. അല്ലാതെ അത് ആക്ടേഴ്സ് അസോസിയേഷൻ അല്ല. ആക്ടേഴ്സ് അസോസിയേഷൻ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് മദ്രാസിൽ, ചെന്നൈയിൽ ഒരു ഹെഡ് ഓഫീസൊക്കെ ആയിട്ട് ഒരു സംഭവമുണ്ട്. അവിടെ വലിയ കാശൊന്നും അടയ്ക്കേണ്ട, ചെറിയ കാശൊക്കെ അടച്ചാൽ മതി. 2000 രൂപ 3000 രൂപ എങ്ങാണ്ട് അടച്ചാൽ ഒരു ആക്ടർ കാർഡ് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്ക് രാംജി റാവുസ് ഫിലിം സിറ്റി, ഓരോ ഫിലിം സിറ്റി അതിലൊക്കെ നിങ്ങൾക്ക് ആക്ടറായിട്ട് പ്രവർത്തിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം. ഇതാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ ഈ അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ അങ്ങനെ ആക്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നതും അതിന് ഒരു വലിയ ഒരു ഗവൺമെന്റ് അടുത്ത് സംസാരിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പറയാൻ. പക്ഷേ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ പെട്ടപ്പോൾ പുള്ളി ഇങ്ങനെ കുറച്ച് പപ്പപ്പേ ആയിപ്പോയി. ഇതിപ്പോൾ ആരാണേലും, കാരണം ഇതൊരു സുഖമുള്ള ഒരു കാര്യമല്ലല്ലോ. ഇതൊരു ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിന്ന് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. ഞാൻ ആരാന്നറിയാവൂടാ എന്നൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കുൽസിത പ്രവൃത്തി പരിപാടി, അതിന് അതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് കുറേ പെണ്ണുങ്ങൾ വന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ പെണ്ണുങ്ങൾ ഈ പെണ്ണുങ്ങൾ വന്ന് പറയുമ്പോൾ ഇത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല പോലീസിൻ്റെയാണ്. അതാണ് പുള്ളി പറയുന്നത്. ഞങ്ങൾ പോലീസല്ലല്ലോ, അതിന് സർക്കാരുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട് എന്നൊക്കെ പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. ആണേലും വെടിപ്പായിട്ടുണ്ട് സംഭവം. മുകേഷ് കാറെടുത്ത് ചീറി പാഞ്ഞതൊക്കെ അയാളെന്താ ഈ ആൾക്കാരെ ഫേസ് ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. തെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതാണ് പുള്ളിക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ആണേലും അടുത്ത ദിവസങ്ങളിൽ പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും ഇവരൊന്നും ഇത് വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാര്യങ്ങളിൽ കുറെ കൂടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുത്താനുള്ള അവരുടെ ഓരോ നീക്കങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇതിങ്ങനെ ചുമ്മാതെ പോകത്തൊന്നുമില്ല. ഇപ്പൊ ഇവര് കോടതിയിലൊക്കെ ഇത് സമീപിച്ചിട്ടുണ്ട്, കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണേലും അടുത്ത ദിവസങ്ങളിൽ കാണാം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്.